Hi guys, again I am back with another video. അപ്പോൾ നമ്മുടെ ഫ്രീ PT സീരീസിന്റെ another demonstration വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഓക്കേ. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ സൈലം ലേണിംഗിന്റെ ഒരു പോർട്ടലാണ്. ഇപ്പോൾ നിങ്ങൾ ഫ്രീ PT സീരീസ് വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യുന്നു. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ either it is offline or online, what are the benefits you are going to get? അപ്പോൾ നമുക്ക് തിയറി മാത്രം പഠിച്ചാൽ പോരാ, പ്രാക്ടീസ് is really important. അപ്പോൾ എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, ദാറ്റ് മേക്സ് സെൻസ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു റീഡ് അലൗഡ് ക്വസ്റ്റ്യൻസിന് ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് അവർ പോർട്ടൽ. ഓക്കെ, നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു പോർട്ടലാണ്. സോ വൺസ് യു ലോഗിൻ ഹിയർ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് യു ഹാവ് ടു ചെക്ക് യുവർ ഹെഡ്സെറ്റ്. അപ്പോൾ നമ്മൾ ഹെഡ്സെറ്റ് വെക്കുന്നു, മൈക്രോഫോൺ പ്ലേസ് ചെയ്യുന്നു, ഇതിനകത്തൊരു ഓഡിയോ ഉണ്ട്. സോ ദർ ഇസ് എ ഷോർട്ട് റെക്കോർഡിംഗ്. വൺസ് യു ക്ലിക്ക് ഓൺ പ്ലേ ബട്ടൺ ഹിയർ നമുക്കത് കേൾക്കാൻ പറ്റും. സോ യു വിൽ ഗെറ്റ് ടു നോ വെദർ യുവർ മൈക്രോഫോൺ വർക്ക്സ് ഓർ നോട്ട്. അത് കഴിഞ്ഞ ഉടനെ യു ഹാവ് ടു ക്ലിക്ക് ഓൺ നെക്സ്റ്റ് ബട്ടൺ. സോ ദിസ് ഇസ് ദ ഫ്രണ്ട് പേജ് ഓഫ് അവർ പോർട്ടൽ വൺസ് യു ലോഗ്ഡ് ഇൻ. അത് കഴിയുമ്പോൾ നമുക്ക് സ്പീക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, നമ്മുടെ വോളിയം ചെക്ക് ചെയ്യാനായിട്ട്. സോ നിങ്ങൾ മൈക്രോഫോൺ വെച്ചു, അത് കഴിഞ്ഞ് നിങ്ങളുടെ വോളിയം ചെക്ക് ചെയ്തു, യു ഹാവ് ടു ക്ലിക്ക് ഓൺ ദി നെക്സ്റ്റ് ബട്ടൺ. സോ നൗ വി ആർ ഗോയിങ് ടു ബിഗിൻ അവർ എക്സാം. Okay, so here you can see the instruction, how many questions are there and how much time do you have. After that, when you click on start test, now your exam starts. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതാണ് നമ്മുടെ പോർട്ടൽ എന്ന് പറയുന്നത്. സോ റൈറ്റ് സൈഡ് യു ക്യാൻ സീ യുവർ ടൈം, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ആൻഡ് ഇവിടെ നിങ്ങൾക്കറിയാം വി ഹാവ് 30 minutes 30 to 40 seconds, നോട്ട് മിനിറ്റ്സ്, സെക്കൻഡ്സ് പ്രിപ്പറേഷൻ ടൈം. അപ്പോൾ ആ പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങളുടെ മുന്നിലുള്ള ഈ ഒരു പാരഗ്രാഫ് നിങ്ങളൊന്ന് വായിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇതിനകത്ത് ഡിഫിക്കൾട്ട് വേർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. എനിവേ ദിസ് ഇസ് ജസ്റ്റ് എ ഡെമോൺസ്ട്രേഷൻ. സോ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. നൗ ഐ എം ഗോയിങ് ടു റീഡ്. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ടെൽ യു ഹൗ ടു read aloud questions. Okay, so now 6 seconds, 5 seconds, I'm going to start. The young are especially susceptible to air pollution because their lungs are still developing and their breathing is faster than adults. So they take in more pollutants relative to their body weight. It is found that on school runs, young children were exposed to 30% more pollutants than the adults accompanying them because their height puts them closer to exhaust pipes. So you have seen how I have read aloud question. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഞാൻ ഇങ്ങനെ വായിച്ചു എന്നുള്ളത്. ചെറിയൊരു ഫംബ്ലിംഗ് ഇടയ്ക്ക് വന്നായിരുന്നു. സോ റിമെമ്പർ ദിസ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ് യു ഷുഡ് കീപ്പ് ഇൻ യുവർ മൈൻഡ്, നെവർ എവർ ഫംബിൾ. നമ്മൾ ഒന്ന് ഫംബിൾ ചെയ്താൽ ഓരോ ഫംബ്ലിങ്ങിനും വി വിൽ ബി ലൂസിങ് 2 marks. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ, റീഡ് ഇൻ എ നോർമൽ പേസ്. നമ്മൾ ഒരുപാട് സ്പീഡിൽ വായിക്കരുത്, ഒരുപാട് സ്ലോയിലും വായിക്കരുത്, മോഡറേറ്റ് പേസിൽ വായിക്കുക. ഈച്ച് ആൻഡ് എവറി വേർഡ് ഷുഡ് ബി ക്ലിയർ ആൻഡ് ആക്യുറേറ്റ്, ദാറ്റ് ഇസ് ക്ലാരിറ്റി. സോ ഞാൻ ഇടയ്ക്ക് ചില വേർഡ്സിനൊക്കെ ചെറിയ രീതിയിൽ സ്ട്രെസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ വി ഹാവ് ടു യൂസ് പ്രോപ്പർ ഇൻറ്റർനേഷൻ ആൻഡ് സ്ട്രെസ്. റൈസിങ് ടോണും ഫോളിങ് ടോണും ഒക്കെ ഇൻറ്റർനേഷൻ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് കയറ്റി ഇറക്കി ഒന്നും വായിക്കരുത്, ചെറിയ രീതിയിൽ മാത്രമേ കൊടുക്കാവൂ. ആൻഡ് മോർ ഓവർ ദ പിച്ച് ഓഫ് യുവർ ടോൺ, യുവർ വോയിസ്. ഇപ്പം ഒത്തിരി ഗംഭീര്യമുള്ള സ്വരമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തിൻ യുവർ വോയിസ് ആൻഡ് ദെൻ റീഡ്. അപ്പം മെയിനായിട്ട് നമ്മൾ 80+ സ്കോർ എടുക്കാൻ റീഡ് അലൗഡിൽ ഫോക്കസ് ചെയ്യേണ്ട ചില പോയിന്റ്സുകളാണ് ഞാനിവിടെ പറഞ്ഞത്. So again I'll be back with a short video. Until that, see you then, bye.